നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിങ്ങിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്കോസ് 6:43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനതയുടെ ജീവിതത്തോട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഫലസസ്യങ്ങളാണ് അത്തിവൃക്ഷവും മുന്തിരിച്ചെടിയും. അത്തിമരം സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും മുന്തിരി സന്തോഷത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്നു. എന്നാൽ മുൾച്ചെടികളും ഞെരിഞ്ഞിലും കൂട്ടിയിട്ട് തീ കത്തിക്കാൻ മാത്രം ഉതകുന്നവയായിരുന്നു. ഒരേ മണ്ണിൽ വളരുന്നതെങ്കിലും മുൾച്ചെടികളിൽ നിന്നും ഞെരിഞ്ഞിലിൽ നിന്നും അത്തിവൃക്ഷങ്ങളിലേക്കും മുന്തിരിച്ചെടികളിലേക്കുമുള്ള അന്തരം വളരെ വലുതായിരുന്നു. ഈ അന്തരത്തിന് പ്രധാന കാരണം അവ പുറപ്പെടുവിച്ചിരുന്ന ഫലങ്ങൾ തന്നെയാണ്. അഥവാ ഫലത്തിൻ്റെ മേന്മകൾ നോക്കിയാണ് വൃക്ഷം നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിച്ചിരുന്നത്. മനുഷ്യരുടെ കാര്യവും ഇതിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തമല്ല. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തെ സത്യത്തിലും നീതിയിലും വളർത്തിയെടുത്തവരാണ്. നല്ലത് പറയുകയും നന്മ ചെയ്യുകയും ചെയ്യുന്ന അതേ നാവും കരങ്ങളും ഉപയോഗിച്ച് ദൂഷണം പറയുവാനും തിന്മ പ്രവർത്തിക്കുവാനും നമുക്കാവുന്നു. നമ്മുടെ ഹൃദയത്തിൽ പാപാസക്തികൾക്ക് വേരുപാകാൻ അവസരം നൽകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ചീത്തഫലം പുറപ്പെടുവിച്ചു തുടങ്ങും. സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷങ്ങളാണോ നാം എന്ന്? ആദിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതായിരുന്നു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ച് അവിടത്തെ മഹത്വപ്പെടുത്തുവാനായി ദൈവം നട്ട നല്ല വൃക്ഷങ്ങളാണ് നാം എല്ലാവരും. എന്നാൽ പിശാചിന്റെ പ്രലോഭനങ്ങളിലൂടെ മനുഷ്യന് അഹങ്കാരവും സ്വാർത്ഥതയും അത്യാഗ്രഹവും അസൂയയും ഒക്കെ ഉടലെടുത്തു. അവയെല്ലാം ക്രമേണ പലതരത്തിലുള്ള പാപങ്ങളായി ലോകത്തെ ഞെരുക്കുകയും മനുഷ്യനെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ചീത്ത ഫലങ്ങളായി രൂപാന്തരം പ്രാപിച്ചു. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറാൻ ഒരു രാത്രി കൊണ്ട് ആർക്കും സാധിക്കില്ല. സത്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യപടി. പ്രലോഭനങ്ങളും പാപ സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ചെറുത്തു നിൽക്കാൻ കഴിവില്ലാത്ത നമ്മുടെ ബലഹീനതയെ മനസ്സിലാക്കി ദൈവത്തിന്റെ ശക്തിയിൽ ശരണം വയ്ക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഫലം തരാത്ത മുൾച്ചെടികൾ നല്ല വൃക്ഷത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുകയുള്ളൂ. ചീത്തഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവയെ ജീവിതത്തിൽ നിന്ന് അകറ്റി ദൈവത്തിനായി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോഴും തിന്മയിലേക്ക് നിബന്ധിക്കുന്ന എൻ്റെ ഹൃദയത്തെ ഞാൻ അങ്ങേക്ക് മുൻപിൽ തുറന്നിടുന്നു. എൻ്റെ ദൗർബല്യങ്ങളിൽ അങ്ങ് എനിക്ക് ശക്തിയാകണമേ. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹത്താൽ നന്മ മാത്രം തിരഞ്ഞെടുക്കുവാൻ കഴിവുള്ള ഒരു ഹൃദയത്തിനുടമയായി ഞാൻ മാറട്ടെ. ആമേൻ.